ഇഡ്ലിക്കട. ഈയിടെയൊക്കെ ആയിട്ട് ധനുഷിൻ്റെ ഇറങ്ങിയിരിക്കുന്ന പടങ്ങളിൽ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നി. ആദ്യം തിയേറ്ററിൽ പോയ സമയത്ത് തന്നെ അവിടെ തിയേറ്റർ കംപ്ലീറ്റ് കാലിയായിരുന്നു. അപ്പം ഞാൻ സംശയിച്ചു, ഇതെന്താ എല്ലാം കാലി, ആരും ബുക്ക് ചെയ്തിട്ടില്ല, തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ ഞാൻ ഒരു തോട്ടിലേക്കാണ് പോയത്. പക്ഷേ തുടങ്ങിയ സമയത്ത് തന്നെ ആളുകൾ അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും മുഖത്തൊരു ഭയങ്കര ഒരു സമാധാനം അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു ചിരിയുന്നുണ്ടല്ലോ. നമുക്ക് കൂടുതലായിട്ട് ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട, ഫ്രസ്ട്രേറ്റഡ് ആവണ്ട, അല്ലെങ്കിൽ കൂടുതലായിട്ട് ട്വിസ്റ്റ് ആൻഡ് ടേൺസിനെ കുറിച്ചൊന്നും നമ്മൾ വറീഡ് ആവണ്ട. മൈൽഡായിട്ട് നല്ല സ്റ്റോറിയിൽ നമ്മളെയും കൂടി ഹാപ്പി ആക്കിക്കൊണ്ടാണ് ഈ പടം കൊണ്ടുപോകുന്നത്. ആൻഡ് ധനുഷ് ആൻഡ് നിത്യാമേനൻ കോംബോ നമ്മൾ പറയണ്ടല്ലോ, പ്രേക്ഷകർക്ക് അത്യാവശ്യം നല്ലോണം തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കോംബോ ആണത്. അവർ രണ്ടുപേരും നല്ലോണം ചെയ്തിട്ടുണ്ട്. നിത്യാമേനന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്, അതൊക്കെ മൂവിയിൽ ഭയങ്കര സൂപ്പറാക്കിയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് പോയി കാണണം. ഹാപ്പി.